മറ്റ് പല സാധനങ്ങളും നമ്മുടെ കയ്യിൽ പെട്ടെന്ന് കിട്ടുമെങ്കിൽ പോലും ഈ സോപ്പിന്റെ പെട്ടി കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന സോപ്പ് പതഞ്ഞ് തീരുന്നവരെ കാത്തിരുന്നേ പറ്റൂ. അങ്ങനെ കിട്ടിയപ്പോഴോ ഒരു സൈഡിലൊരു കീറലും, അതും പോരാഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ചുക്കി ചുളിഞ്ഞ് ആകെ മൊത്തം ക്ഷീണം. പക്ഷേ എന്റെ ബുദ്ധി വിമാനമായതുകൊണ്ട് പതുക്കെ പശയ്ക്കും ബോക്സിനും നോവാത്ത വിധത്തിൽ കീറിയെടുത്ത് തേപ്പൊട്ടിക്കൊന്ന് തേച്ച് മിനുക്കിയിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുന്നത്. സംഭവം സോപ്പിന്റെ ബോക്സ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം പറഞ്ഞ കണക്ക് ഉപയോഗിക്കുന്ന സോപ്പ് പതഞ്ഞ് തീരണ്ടേ, എങ്കിലല്ലേ നമുക്ക് അടുത്ത സോപ്പ് എടുക്കാൻ പറ്റൂ. എക്സ്ക്യൂസ് പറയാന്ന് വിചാരിക്കരുത്. ഇച്ചിരി ലേറ്റ് ആയെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന സംഭവം അത് കിടിലോസ്കിയാണ്. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പിന്റെ ബോക്സ് ഒക്കെ കീറി അതിനുള്ളിലും പുറത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് പടം ഒട്ടിച്ചിട്ട് തിരിച്ച് അതേപോലെ തന്നെ മടക്കി സെക്യൂർ ആയിട്ട് ഒട്ടിച്ചെടുക്കുക. പിന്നെ പെയിന്റഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുത്ത ഹോളിനകത്ത് പേപ്പർ സ്റ്റിക്ക് വെച്ച് കൊടുക്കാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ അത് ഫ്ലോപ്പ് ആയപ്പോൾ നൈസായിട്ട് ഞാൻ പ്ലാൻ ബി ആക്കിയതാണ്. ഇനി 2 സ്വിച്ചും ഒരു ആന്റിനയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ സോപ്പ് ബോക്സിനെ ഇരു ചെവി അറിയാണ്ട് നൈസായിട്ട് ഒരു TV ആയിട്ട് തട്ടിക്കൂട്ടിയിട്ടുണ്ട്. സംഭവം ഞാൻ പറഞ്ഞ കണക്ക് കിടിലോസ്കി ആയില്ലേ. അപ്പോൾ ഇനി എങ്ങനെ ഒരു ലൈക്ക് ഒക്കെ തന്ന് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തോ.